ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് വയനാട്ടിലുള്ള ഒരു സ്ഥലമാണ് എന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആദിവാസി സമൂഹത്തിനെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഊരാണ്. ഊരെന്നല്ല, അവരുടെ വീട്, അവരുടെ ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ ആസ്വദിക്കാനുള്ളൊരു വേദിയായിട്ടാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചാർജ് ഉണ്ട് 90 രൂപ, 50 രൂപ ടിക്കറ്റും പിന്നെ 40 രൂപ അവിടുന്ന് വണ്ടിക്ക് പോകുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് പോകേണ്ടവർക്ക് അങ്ങനത്തെ രീതിയിലുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഇതാണ്, നല്ല കാഴ്ചയാണ്, നമുക്ക് കാണാൻ പറ്റും. അത്രയും ഒരു കുന്നിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ഉണ്ടാക്കിയെടുത്തല്ലോ, അതിനാണ് ഏറ്റവും കൂടുതലൊരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. പണിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട്, അവരുടെ ഓരോരോ ആചാരങ്ങൾ. ഈ കാണുന്നതാണ് അമ്പെയ്ത്ത്. അതായത് തനിതായിട്ട് അമ്പെയ്തുന്ന, എങ്ങനെയാണ് അമ്പെയ്തുന്നത് എന്നൊക്കെ നമുക്ക് പോയിട്ടൊന്ന് ജസ്റ്റ് കയറിയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് പോയിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഏറ്റവും ഭംഗി ഇതിനെ കാണാൻ ഇത്രയും പച്ചപ്പിൻ്റെ ഇടയിലൂടെ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഇതിൻ്റെ നടപ്പാതകളും ഓലമേഞ്ഞ, ഓലയല്ല പുല്ല്, ഒരു തരം പുല്ലാണ് അവരതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, ഇത് ഞാൻ കണ്ടതാണ് തന്നെ. ഞങ്ങളുടെ കുഞ്ഞുവാവ അവനൊറ്റയ്ക്ക് തനിയെ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ കീരയും പോകും, ഇതെല്ലാം കണ്ടുള്ള ആവേശത്തിൽ. അപ്പോൾ വയനാടാണ് ഇതിൻ്റെ സ്ഥലം. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ പറ്റുവാണെങ്കിൽ എല്ലാവരും പോയിട്ട് കാണാവുന്ന. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ വിനോദ പരിപാടികളായിട്ട് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടാവുന്നത് സന്തോഷ സമയങ്ങളൊക്കെ ആചരിച്ചു പോകുന്ന ഡാൻസ്, അങ്ങനെയുള്ള സ്ത്രീകൾ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അതേപോലെയുള്ള ട്രഡീഷണലായിട്ട് കൂട്ടിയിട്ട് പാട്ട് പാടുന്നു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പഠിക്കുന്ന സമയത്ത് ഫോക്ലോർ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചുള്ള കലാരൂപങ്ങൾ നേരിട്ട് കാണുമ്പോൾ സാധാരണ ഉണ്ടായിരുന്നു. ഫോക്ലോറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പോകാൻ പറ്റുന്നവരെല്ലാം പോയി കാണുന്നുണ്ട്. നമുക്കെന്തായാലും അവരുടെ സ്ഥലത്ത് പോയിട്ട് കാട്ടിലേക്ക് പോയിട്ട് അവരുടെ സമൂഹത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു നേരിട്ട് കാണാൻ പറ്റില്ല. അവരുടെ ഓരോ അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കും എങ്ങനെയുണ്ട് നല്ലൊരു ഡാൻസ്. ഇങ്ങനൊരു സംരംഭം അത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഒരു സമുദായത്തിലെ ആളുകൾക്ക് ഒത്തിരി. ഇതാണ് അവരുടെ കുടിലിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ പുല്ല് ഉപയോഗിച്ചിട്ടാണ്, കാരണം ഇത് പെട്ടെന്ന് നശിച്ചു പോകും. പക്ഷേ അവരിവിടെ ഇത് ചെയ്തിരിക്കുന്നത് നല്ല വൃത്തി, നല്ല ഏറ്റവും നല്ല കാര്യം ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ എന്തൊരു വൃത്തിയാണ് അവരതിൽ കാണാൻ തന്നെ. അവർ നമ്മൾ സിയുടെ ആവശ്യമൊന്നുമില്ല, ഭയങ്കര കൂളിങ്. ഇത്രയും വെയിൽ, നല്ല വെയിൽ ഉണ്ട്, പക്ഷെ ആ വെയിലത്താണെങ്കിൽ പോലും ആ വീടിൻ്റെ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ ആ സ്ഥലത്ത് നടക്കുമ്പോഴും നമുക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല, കാരണം അത്ര കൂളിങ് ഉണ്ട്. കാരണം ഇതുകൊണ്ടായിരിക്കാം മേ ബി പുല്ലെല്ലാം വെച്ച് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതിന് ഇതിലൂടെ കൂളിങ്ങായിട്ട് ഇരിക്കാനും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. നമ്മൾ ചില സമയങ്ങളിൽ അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കത് കണ്ടോട്ടെ പണ്ടല്ലേ നമ്മൾ മുറം നെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. മുളയിനെ കൊണ്ട് വീട്ടിലുണ്ടായിരുന്നു. കണ്ട അവരെല്ലാം ചുമരിൽ തേച്ചിരിക്കുന്നത് കണ്ടില്ല. ഞങ്ങളിങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടന്മാരെ കാണിച്ച് ചോദിച്ചു ഫോട്ടോ എടുക്കാനാണെന്ന് ചോദിച്ചു.
അങ്ങനെ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയത് റോഡിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഒത്തിരി കുടിലുകളുണ്ട് ഇതുപോലെ. ആ കുടിലുകളിലെല്ലാം തന്നെ ഓരോരോ അവരുടെ ലളിത കലാരൂപങ്ങൾ, അവരുടെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇത് റിപ്പീറ്റഡ് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരിതുപോലെ 15 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് 5 മിനിറ്റ് ഡാൻസ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരേ സ്റ്റെപ്പുകൾ തന്നെയാണ്, പക്ഷെ അത് കണ്ടിരിക്കാൻ നല്ല രസം. ടിവിയിലൊക്കെ കാണുന്ന പോലെ നേരിട്ട് കാണുന്ന പ്രത്യേക വഴിയാണ്. പക്ഷെ ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും, നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഇത് ഞങ്ങൾ വയനാട് പോയ സമയത്ത് കാണാൻ പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുകയാണെങ്കിൽ പോയി കാണണം എപ്പോഴെങ്കിലും. ഇതൊരു നല്ല എക്സ്പീരിയൻസാണ്. ലൈഫിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ചുരുക്കായി കഴിയും. എല്ലാവർക്കും അത് ചിലപ്പോൾ നമ്മൾ കാശുണ്ടാക്കി വെച്ചിട്ട് പോകണമെന്ന് പറ്റി പോകുന്നു. പക്ഷെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സമയം നമുക്ക് പോയി കാണാൻ പറ്റും. അപ്പം അങ്ങനെ അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസാണ്. എല്ലാവരും ഇത് കാണാം. ഇതാണ് അവരുടെ കണ്ടോ, അവരുടെ ഓരോരോ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്ന ഫിനിഷിങ് വർക്ക് കണ്ടോ നിങ്ങൾ, ചെങ്കല്ല് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാം ഇവിടെ ചെയ്യുമ്പോൾ അത്ര മെഷീൻ വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നു, പക്ഷെ എത്ര ഷാർപ്പഡായിട്ട് ഒരേ രീതിയിൽ നമ്മൾ നടക്കുന്ന സ്റ്റെപ്പിൽ ഓരോ കല്ലിൽ നമ്മളിങ്ങനെ കാല് ചെരുപ്പെല്ലാം ഊരി വെച്ച് കാല് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് അത്രയും കാല് വെച്ച് നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഇപ്പോൾ നമ്മൾ കാരണം ഞാൻ എനിക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതായിട്ട് എടുത്തു തന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ കുടിലുകൾ ഉണ്ടാക്കുന്നത്, അത് മെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു ഇതിൻ്റെ കുടിലിൻ്റെ നേരത്തെ റൂഫും എല്ലാ സാധനവും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട അവർ രണ്ടാമതും അത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പഴയതെല്ലാം മഴ വെയിലെല്ലാം വരുന്ന സമയത്ത് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡാമേജ് മാറ്റിയിട്ടുള്ളത് പുതിയതായിട്ട് നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അവരതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട കുടിലേക്ക് എത്തുന്നത് ഇതുപോലത്തെ ആ പുല്ലാണ്, അത് ഈ പുല്ല് വെച്ചിട്ടാണ് അവരത് നെയ്തെടുക്കുന്നത്. പക്ഷെ ഇതിൻ്റെ വ്യൂ ആണ് സഹിക്കാൻ ഒരു രക്ഷയില്ലാത്ത വ്യൂ നമുക്ക്. പക്ഷെ കാരണം ഇത്രയും ഹൈറ്റിൽ നമ്മൾ പോയിട്ട് ഈ മലനിരകളും അവിടെ നിന്ന് ഇത് കാണുമ്പോഴുള്ള വ്യൂ ശരിക്കും ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് ഒരു ഡ്രോണൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത്ര ഹൈറ്റിൽ നിന്ന് എടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഭംഗിയുണ്ട്, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗി. ആ ഭംഗി നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ളത് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളുടെ കുഞ്ഞുമണി നടക്കുന്നു. അവനിത് ഓരോന്ന് നടക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് കേൾക്കുന്നു. പിന്നെ ഇങ്ങനെ ഓരോ കുടിയിൽ അവരവരുടെ ഓരോ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതൊക്കെ എന്താണെന്നുള്ളത് ഇങ്ങനെ ഫോട്ടോസ് സഹിതം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്ര വർഷം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ആളുകളെ അവരുടെ ഓരോ ഇതിൽപ്പെട്ട ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എന്താ പറയുക ഒരുപാട് തലമുറ മുമ്പുള്ള ആളുകളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അവർ ഇതുപോലെ ഒരു എക്സിബിഷൻ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അതിനുള്ള ഒരുപാട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കുടിലുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുള്ളിലേക്ക് ജസ്റ്റ് കയറി. ഞങ്ങൾ ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കരയുക, അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കുഞ്ഞുമണിക്ക് കണ്ടോ.
അവരുടെ നിലത്തെല്ലാം കണ്ടത് ഇതെല്ലാം സിമെൻ്റ് ആണ്, പക്ഷേ വേറെന്തോ ഒരു സാധനം കൂടെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇതാണ് അവരുടെ ഉത്സവത്തിൻ്റെ കുംഭ എഴുന്നള്ളിപ്പ് എന്നുള്ള രീതിയിൽ ഉത്സവത്തിന് നമ്മൾ അവരുടെ സാധാരണ നടത്തുന്ന ഉത്സവങ്ങളുണ്ട്. അവരുടെ തിരയാട്ടവും കാര്യങ്ങളൊക്കെ പക്ഷെ കണ്ട ആ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഏകദേശം തിരയാട്ടത്തിൻ്റെ ഒക്കെ നമ്മളെ പോലൊക്കെ തന്നെയാണ്. പക്ഷെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ അവരുടെ ആ തനിതായിട്ടുള്ള രൂപങ്ങൾ നമുക്ക് ഇതിലേക്ക് കാണിച്ചു തരുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ ഓരോരോ രീതിയിലുള്ള ഓരോ ആചാരത്തിൻ്റെയും കൊണ്ടുപോകാൻ അവരത് അവരെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഡാൻസിൻ്റെ കണ്ടില്ലേ അവരുടെ ആ കലാരൂപത്തിൽ അവർ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രം അത് ഇവരുടെ ഓരോരോ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ അതായത് ഒരു ഉത്സവങ്ങൾ അതിൻ്റെ ആഘോഷങ്ങൾ വീടിലെ അങ്ങനെയുള്ള സന്തോഷകരമായ വേളകൾ അവർ ഉപയോഗിക്കുന്നത് എന്താ അവർ ഉപയോഗിച്ചിരുന്നു പാത്രങ്ങൾ അവരുപയോഗിക്കുന്നു വാള് ഇപ്പോഴത്തെ കാമാടപ്പെട്ടി ഇതൊക്കെ നമ്മളുണ്ട്. പക്ഷെ ഇതിൻ്റെ നല്ല പുതിയ പുതിയ വേർഷനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത്. പക്ഷെ അവരുടെ അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ആദ്യകാലത്തെ അതേ ഒരു ഇത് പീഠം കണ്ടില്ലേ ഇത് അവർ താളിയോല അവരുടെ താളിയോല ഗ്രന്ഥങ്ങൾ താളിയോലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഞാൻ ഒരുപാട് എക്സിബിഷൻ ഇങ്ങനത്തിലൊക്കെ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ. പക്ഷെ അങ്ങനെ താളിയോലയുടെ ഫോട്ടോ കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല ഇതൊക്കെ എന്താ ഏതാ എങ്ങനെയാണെന്നതൊക്കെ. ഇത് അവർ ഉപയോഗിച്ചിരുന്ന കുട ആ കുട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓലക്കുട. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഓലക്കുട തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഇതായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. എക്സിബിഷനൊക്കെ പോയി ഞാൻ തൊഴിലെടുക്കുന്നൊക്കെ എഴുതി വെക്കുന്നു. പക്ഷെ നമ്മളത് കണ്ടു അതിൻ്റെ താഴെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. ഞാനിപ്പോഴും നിങ്ങൾക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ലൈഫിൽ നമുക്ക് ഒരിക്കലും നമ്മളെല്ലാം ഉണ്ടെന്ന് കരുതി കാത്തിരിക്കുന്നത് കഴിഞ്ഞാൽ ശരിയല്ലത്. ഇതൊക്കെ കാണാനും ഇതൊക്കെ ചെയ്യാനും പറ്റുന്നൊരവസ്ഥയും കിട്ടുമ്പോൾ വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടിറങ്ങി ഓരോരോ കുടുംബങ്ങളിൽ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കണ്ടു. ഇതൊക്കെ തന്നെ പിന്നെ കുറേ എല്ലാ കുടിലുകളും സെപ്പറേറ്റ് ചെയ്താലും പിന്നെ അവരുടെ ഓരോരോ എക്സിബിഷൻ സാധനങ്ങൾ ഒത്തിരി ഉണ്ട് അവിടെ അവരുണ്ടാക്കിയിരിക്കുന്ന ആർട്ടായിട്ടുള്ള ഒരുപാട് നമ്മളിവിടെ വയനാട്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളും കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ അത് പിന്നെ ഫുഡ് ഐറ്റംസ് ഇതാണ് അവരുടെ കണ്ടത്. അവർ ട്രഡീഷണൽ ആയിട്ട് ഓരോരോ തലമുറ മാറുന്നതിനനുസരിച്ചിട്ട് അവർ യൂസ് ചെയ്യുന്ന കമ്മലുകൾ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ ഈ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചിരുന്ന മാലകൾ കണ്ട അവർ ആണുങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മാലകൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മാലകൾ അങ്ങനെ അത്തരത്തിലുള്ള അവിടെ മിഞ്ചി കണ്ടു. ഞാൻ തമിഴ്നാട്ടിലെ ആളുകൾ മാത്രമേ മിഞ്ചി യൂസ് ചെയ്യുന്നവർ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവരും മിഞ്ചി യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ കാലിൽ മിഞ്ചി അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ കമ്മലിൻ്റെ തന്നെ കണ്ടില്ല നിങ്ങൾ വെറൈറ്റി ഇതാണ് ഉപയോഗിക്കുന്ന മാല ഇതെല്ലാം നമുക്കൊന്ന് കാണാൻ പറ്റുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു രസം എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഇതിനാണ് ഒരു പണത്താലി എന്ന് പറയും. അതായത് നമ്മുടെ കാശിമാലയുടെ ഒരു വേറൊരു രൂപമാണ് അവർ കാണാൻ പറ്റുന്നത്. അങ്ങനെ കുറേ എക്സിബിഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഒത്തിരി കാര്യങ്ങൾ കണ്ടോ അവരുടെ വാദ്യോപകരണങ്ങളായ സാധനങ്ങൾ ഈ അതിൻ്റെ എല്ലാ ഡെമോൺസ്ട്രേഷൻ കണ്ടത് ചെണ്ട ഇതുകൊണ്ട് ഇതെല്ലാം അവരുടെ ഓരോ ആഘോഷകലകളിലും ഉത്സവങ്ങളിലൊക്കെ അവർ ഉപയോഗിക്കുന്ന അവരുടെ ഓരോ ഉപകരണങ്ങളുമാണ് ഇതൊക്കെ. ഇതൊക്കെ കണ്ട് നമ്മൾ അവിടെ തന്നെ പോകണം. അല്ലാതെ നമുക്ക് ചുമ്മാ കാണാൻ പറ്റുമായിരിക്കും ഇതിൻ്റെ പുതിയ വേർഷനുകളൊക്കെ. ഇത് വട്ടക്കളി അവരെല്ലാവരും ഓരോ കാര്യത്തിനും വേണ്ടിയുള്ള സന്തോഷകരമായ നിമിഷങ്ങളും കളിക്കുന്ന ഓരോ കളികളും കാര്യങ്ങളൊക്കെ അതിലുള്ളത്. പിന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലൊക്കെ അവസരം കിട്ടിയപ്പോൾ ഞങ്ങളത് കണ്ട് ഞങ്ങൾ നേരത്തെ മടങ്ങി. കാരണം ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തൂടെ കയറാനുണ്ടായിരുന്നു. അതിന് വീഡിയോ ഞങ്ങൾ ആഡാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാം.
അപ്പോൾ പിന്നെ ബൈ ബൈ, സി യു. പിന്നെ എല്ലാവരും വീഡിയോ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ. പിന്നെ നമ്മൾ അടുത്ത് പോകുമ്പോൾ തന്നെ ഉണ്ടാവുന്ന വണ്ടി ഉണ്ടാവും, ആ വണ്ടി തിരിച്ചിങ്ങോട്ടേക്ക് വരികയും ചെയ്യും, നമ്മൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യും.